Hi, welcome to my channel Healthy Yummy Bites. I'm Susan. ദാലും അതായത് പരിപ്പും പാലക് ചീരയും കൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദാൽ പാലക് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു നല്ല കറിയാണ്. ഈ ടേസ്റ്റി ദാൽ പാലക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. ഇത് 1/4 കപ്പ് കടലപ്പരിപ്പ്. ഇത് വെച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മറ്റു പരിപ്പുകൾ വെച്ചും തയ്യാറാക്കാവുന്നതാണ്. ഇത് ഒരു 2 മണിക്കൂർ കുതിർത്തെടുക്കാം. കടലപ്പരിപ്പ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക് ചീര 1 കെട്ട് 300 ഗ്രാം ഉണ്ട്. പാലക്കിൽ ധാരാളം അയണും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി 3-4 പ്രാവശ്യം നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. 3-4 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ മുക്കി കഴുകണം. മണ്ണുമൊക്കെ ഒത്തിരി ഉണ്ടാവും. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി പ്രഷർ കുക്കറിലേക്ക് ഈ പരിപ്പിട്ട് വേവിക്കണം. പരിപ്പുകളിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരിഞ്ഞെടുത്ത പാലക്കും ചേർക്കാം. കൂടെ ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞത്, 1 സവാള അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 കപ്പ് വെള്ളം ഒഴിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത ശേഷം നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പരിപ്പ് ഇതുപോലെ ഇരിക്കണം, അധികം അങ്ങ് വെന്തുടയല്ല. ഇതിനി താളിച്ചെടുക്കണം. ഒരു കുഴിയുള്ള പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ല എങ്കിൽ കടുക് പൊട്ടിച്ചുപയോഗിക്കാം. ഇനിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് വഴറ്റണം. പരിപ്പ് കറി താളിക്കുമ്പോൾ ജീരകത്തിൻ്റെയും ഈ വെളുത്തുള്ളി വഴറ്റുന്നതിൻ്റെയും ഈ മണം വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ 2 ഉണക്കമുളക് കട്ട് ചെയ്തത്, 1 സവാള ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വഴറ്റാം. ഉള്ളി വഴന്നു വരുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം കൂടെ ഇളക്കി വഴറ്റാം. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം പരിപ്പും പാലക്കും ചേർത്ത് ഇളക്കാം. എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇനിയും ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും മസാലയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഒരല്പം ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇങ്ങനെ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ദാൽ പാലക് കറിയാണിത്. ഇനി 1 പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കാം. പരിപ്പ് കറിക്ക് എപ്പോഴും മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ദാൽ പാലക് കറി റെഡിയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഓൺ ആക്കാനും മറക്കല്ലേ. ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും നല്ല ഒരു റെസിപ്പിയുമായി ഉടൻ തന്നെ വരും. തീർച്ചയായും കാണണം. താങ്ക് യു.